ഗുഡ് ഈവനിങ്. അപ്പോ നമ്മൾ ഇവിടെ പ്രാസം അല്ലെ, അതുവരെ നമ്മൾ പറഞ്ഞു പ്രാസം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ കാന്താരവിന്ദ യഥാക്ഷി മനോജ്ഞേ കാന്താരവാസം നിനക്കാവതല്ല. ഈ വരിയിലെ ആദ്യാക്ഷരങ്ങൾ കാ എന്നതാണ് അല്ലെ. കാ രണ്ടിനും മനസ്സിലായോ? കാന്താരം കാന്താരം അല്ലെ, രണ്ടിലും വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുക, ആദ്യാക്ഷരം ഒന്നുപോലെ വന്നാൽ അതിനെ പറയും എന്ത്? ആദ്യാക്ഷര പ്രാസം എന്ന് പറയും. അപ്പൊ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുന്നെങ്കിൽ എന്ത് പറയും? ദ്വിതീയാക്ഷരപ്രാസം. അപ്പോ ആദ്യാക്ഷരപ്രാസവും ദ്വിതീയാക്ഷരപ്രാസവും. അപ്പൊ ആദ്യത്തെ വരിയായോണ്ട് കാന്താരവാസം കാന്താരവിന്ദം അല്ലെ, അവിടെ കാ എന്ന അക്ഷരം ആദ്യം വരുന്നത് കൊണ്ട് അതിനെ എന്തായി? ആദ്യാക്ഷരപ്രാസം എന്ന് പറയും. രണ്ടു വരികളിലെയും രണ്ടാമത്തെ അക്ഷരം എന്താ, അതും ഒരേപോലെയല്ലേ വരുന്നത്. അതുകൊണ്ട് എന്താണ്? വരികളിൽ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വന്നാൽ ദ്വിതീയാക്ഷരപ്രാസം എന്നാണ് പേര് കേട്ടോ. അപ്പോ ഇവിടെ കാ രണ്ട് ലൈനിലും ആദ്യത്തെ അക്ഷരം കാ എന്ന് ആവർത്തിക്കുന്നതുകൊണ്ട് അത് ആദ്യാക്ഷരപ്രാസം എന്നും, രണ്ടാമത്തെ ഇന്ത ആവർത്തിക്കുന്നതുകൊണ്ട് എന്താണ്? ദ്വിതീയാക്ഷരപ്രാസം എന്നും പേരുണ്ടാവും. നെക്സ്റ്റ് എന്താ പറയുന്നത്? അർത്ഥത്തിന് വ്യത്യാസമുണ്ടെങ്കിലും രണ്ടു വരികളിലെയും ആദ്യത്തെ മൂന്നക്ഷരം തുല്യമാണ്. അർത്ഥവ്യത്യാസത്തോടെ അക്ഷരക്കൂട്ടം ആവർത്തിച്ചാൽ എന്താണ്? യമകം എന്ന അലങ്കാരം ഉണ്ടാവും. അർത്ഥവ്യത്യാസത്തോടെ അക്ഷരക്കൂട്ടം ആവർത്തിക്കുന്നതാണ് എന്ത്? യമകം. യമകം എന്ന അലങ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ ദിയ ആൻഡ് ആൻമരിയ. ഓക്കെ, അപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? രണ്ടാമത്തത് അക്ഷരം വന്ന ദ്വിതീയാക്ഷരപ്രാസം എന്നാണ് പേര്. പിന്നെന്താ പറയുന്നത്? അർത്ഥത്തിന് വ്യത്യാസം ഉണ്ടെങ്കിലും രണ്ടു വരികളിലും ആദ്യത്തെ മൂന്നക്ഷരം തുല്യമാണ്. അതുകൊണ്ട് അർത്ഥവ്യത്യാസം ഉണ്ടല്ലോ. കാന്താരവാസം കാന്താരവിന്ദം. കാന്താരവിന്ദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനോഹരമായ താമര. കാന്താരവാസം എന്ന് പറഞ്ഞാലോ കാട്ടിലെ താമസം അല്ലെ. അപ്പൊ അർത്ഥവ്യത്യാസത്തോടെ അക്ഷരക്കൂട്ടം ആവർത്തിച്ചാൽ എന്താണ് അതിന് പേര്? യമകം എന്ന അലങ്കാരമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് താഴെ പറയുന്നത് മുകളിൽ പറഞ്ഞവ മൂന്നും ശബ്ദ അലങ്കാരങ്ങളാണ്. ശാന്തേ കുടുംബപ്രിയേ താതപാദം കാന്തേ ഭജിച്ചീടു ശ്രീരാമ രാമ. ഈ വരികളിൽ ഏതു തരം പ്രാസമാണുള്ളത്? അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ശാന്തേ കുടുംബപ്രിയേ താതപാദം കാന്തേ ഭജിച്ചീടു ശ്രീരാമ രാമ, ഈ വരികളിൽ ഏതുതരം പ്രാസമാണുള്ളത്? എന്താണ്? രണ്ടാമത്തെ അക്ഷരല്ലേ ആവർത്തിക്കുന്നത്. അപ്പൊ ഏത് പ്രാസാണ് ഉണ്ടാവുക? എന്താ ഏതാ വരുക? ഷാജൻ, ദിയ വീഡിയോ ഓൺ ചെയ്തേ ദിയ. ഓക്കെ, അപ്പോ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വന്നാൽ എന്താണ്? എന്ത് പ്രാസാണ് ഷോൺ? അൺമ്യൂട്ട് ചെയ്തേ. നമ്മൾ വായിച്ചു മേലെ. എന്ത്? ആദ്യത്തെ അക്ഷരം വന്നാല് ആദ്യാക്ഷരപ്രാസം എന്നും, രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വന്ന എന്താണ്? ദ്വിതീയാക്ഷരപ്രാസം അല്ലേ. ദ്വിതീയാക്ഷരപ്രാസം എന്നും പേര് എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ അക്ഷരമാണ് ഇവിടെ ആവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഏത് പ്രാസ വരുക? ഏതാ വരുക അൻമരിയ? ഷോൺ ഏത് വരും? ഷോൺ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞവനെ. രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുമ്പോ ഏത് പ്രാസ? മനസ്സിലായില്ലേ? ആദ്യത്തെ അക്ഷരം ആവർത്തിച്ചു വന്നാൽ ആദ്യാക്ഷരപ്രാസം എന്നും, രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വന്നാൽ എന്താണ്? ദ്വിതീയാക്ഷരപ്രാസം. അപ്പൊ ഇവിടെ ഏത് പ്രാസ വരുന്നത്? ദ്വിതീയാക്ഷരപ്രാസം അല്ലേ. ഓക്കെ, ശാന്തേ ഇന്ദേ രണ്ടാമത്തെ അക്ഷരമാണ് ആവർത്തിച്ചു വരുന്നത്. അതുപോലെ തന്നെ കാന്തേ, ആ രണ്ടാമത്തെ വരികളിൽ ഏതാണ്? ഇന്ദേ അല്ലേ ആവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് ഏത് പ്രാസ? ദ്വിതീയാക്ഷരപ്രാസം. മനസ്സിലായോ ഷോൺ? മനസ്സിലായോ അത്? അപ്പൊ നെക്സ്റ്റ് വരുന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താണ് അല്ലേ.
എന്താണ് ചോദ്യം? ഫസ്റ്റ് വൺ, സീത സുന്ദരി ആയിരുന്നു എന്നത് ഏതെല്ലാം പ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം? ഏതെല്ലാം പ്രയോഗങ്ങളിൽ നിന്നാണ്? ഷോണേ, ബാക്കി എല്ലാവരും സ്ട്രക്കാണ്. ഷോൺ, ഏതെല്ലാം പ്രയോഗങ്ങളിലാണ് സീത സുന്ദരിയായിരുന്നു എന്ന് മനസ്സിലാവുന്നത് നമുക്ക്? നമ്മളെ കവിതയില് പറഞ്ഞോ. എന്താ മോനെ? ഏതെല്ലാം വരികളിൽ നിന്നാണ് സീത സുന്ദരിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്? കാന്താരക്ഷി മനോജ്ഞെ, പിന്നെയോ അടുത്ത ലൈൻ ഏതാ? അടുത്ത കവി എന്താ സൂചിപ്പിക്കുന്നത്? ആദ്യത്തില് കാന്താര വിന്ദ യഥാക്ഷി മനോജ്ഞെ എന്ന് പറഞ്ഞാല് കാട്ടിലെ താമരക്ക് അല്ലെ, മനോഹരമായ താമരയുടെ അക്ഷിയോട്, കണ്ണുകളോട് കൂടിയവൾ ആരോ അവൾ സുന്ദരി. അതാണ് ഫസ്റ്റ് വൺ, സീത സുന്ദരിയായിരുന്നു. ആ വരികളിലല്ലേ ആ പ്രയോഗം ഒന്ന് സീത സുന്ദരിയായിരുന്നു എന്ന് അറിയപ്പെടുന്ന അല്ലെ പ്രയോഗമാണ്. നെക്സ്റ്റ് വരുന്നത് മനോജ്ഞാംഗി അല്ലെ. പിന്നെ വരുന്ന ഏതാ? നീലാരവിന്ദാക്ഷി അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? നീലത്താമര പോലെ കണ്ണുള്ളവൾ. ആ 3 വാക്കുകളാണ് എന്ത്? സീത സുന്ദരിയായിരുന്നു എന്നത് നമ്മളെ ബോധിപ്പിക്കുന്ന വരികള്, പ്രയോഗങ്ങള് ആ 3 എണ്ണാണ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഏതാണ്? വനയാത്ര സീതക്ക് പറ്റിയതല്ലെന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതെല്ലാം? ഏതെല്ലാണ് വനയാത്ര സീതക്ക് പറ്റിയതല്ലെന്ന് സൂചിപ്പിക്കുന്ന വരികള്? എവിടുന്ന് മുതൽ തുടങ്ങും മക്കളെ? വനയാത്ര സീതയ്ക്ക് പറ്റിയല്ലെന്ന് അൻമരിയ ക്ലിയർ ഉണ്ടോ? ഓക്കെ. ആദ്യത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ എന്താ പറഞ്ഞത്? സീത സുന്ദരിയായിരുന്നു എന്നത് ഏതെല്ലാം പ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു അല്ലെ. ഏതെല്ലാം പ്രയോഗങ്ങളാണ് ആൻമരിയ? വീണ്ടും സ്ട്രക്കായോ? എന്തൊക്കെയാ? കാന്താരവിന്ദ യഥാക്ഷി മനോജ്ഞെ, പിന്നെയോ നീലാരവിന്ദാക്ഷി, മൂന്നാമത്തേതാ മനോജ്ഞാംഗി അല്ലെ. ഈ പ്രയോഗങ്ങളിൽ നിന്നെല്ലാണ് സീത സുന്ദരിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. നെക്സ്റ്റ് വരുന്നത് വനയാത്ര സീതക്ക് പറ്റിയതല്ലെന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതെല്ലാം? ഏതെല്ലാണ് വരികള്? അതന്നെ. ഓക്കെ. വനയാത്ര സീതക്ക് പറ്റിയല്ലെന്ന് വൈദേഹി പോലെ അല്ലെ. വൈദേഹി പോരേണ്ട ബാലെ പൈതാഹ ശാന്തി ഉപായങ്ങൾ അല്ലെ. ഭക്ഷണത്തിന് ഏത്? വിശപ്പും ദാഹവും ശമിപ്പിക്കാൻ നമുക്ക് കാട്ടിൽ ഉപായങ്ങളില്ല. പിന്നെന്താ പറയുന്നത്? ഹേ ദേവി കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ പാദവ്യതക്കങ്ങ് ശ്രീരാമരാമ. ഹേ ദേവി കല്ലുണ്ട് മുള്ളുണ്ട് അല്ലെ. പാദവ്യത, നമുക്ക് പാദത്തിന് വേദന വരും അല്ലെ. പിന്നെന്താ പറയുന്നത്? വ്യാളങ്ങൾ സാലാവൃഗ ദ്വീപി വൃന്ദം വ്യാളീത രക്ഷുക്കൾ കാട്ടാനയുണ്ടേ കാളുന്ന തീയുണ്ട് പോരേണ്ട വാലേ എന്നല്ലേ പറയുന്നത്. അതുവരെയാണ് ഏത്? വനയാത്ര സീതക്ക് പറ്റിയെന്ന് തോന്നിപ്പിക്കുന്ന വരികൾ അല്ലെ, സൂചിപ്പിക്കുന്ന വരികൾ അതല്ലേ. അപ്പോ എന്താ പറയുന്നത്? വൈദേഹി പോരേണ്ട ബാലേ പൈതാഹ ശാന്തിക്ക് ഉപായങ്ങളില്ല. അവിടെ വിശപ്പ് ശമിപ്പിക്കാൻ, ദാഹവും ശമിപ്പിക്കാൻ ഉപായങ്ങളില്ല. പിന്നെന്താ പറഞ്ഞേ? ഹേ ദേവി അവിടെ കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ അല്ലെ. പിന്നെന്താ? അതുകൊണ്ട് പാദത്തിന് വേദന അനുഭവപ്പെടും. പിന്നെന്താ പറഞ്ഞേ? വ്യാളങ്ങൾ സിംഹവും ഏതൊക്കെയുണ്ട്? സിംഹം, പിന്നെ ചെന്നായ്ക്കള്, പുലികള്, ഇതിന്റെ ഒക്കെ കൂട്ടമുണ്ട്. അതുകൊണ്ട് പിന്നെന്തുണ്ട്? കാളുന്ന തീയും ഉണ്ട് അല്ലെ. കാട്ടുതീയും ഉണ്ട്. അതുകൊണ്ട് നീ പോരേണ്ട എന്ന് പറയുന്നത് അല്ലെ. അത് രണ്ടല്ലേ ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ ആയോ ഷോൺ? ഓക്കെ. അപ്പൊ 2 ക്വസ്റ്റ്യൻ ആൻസർ, അതാണ് ആൻസർ ക്വസ്റ്റ്യന്റെ. അപ്പൊ നെക്സ്റ്റ് ചോദിക്കുന്ന അനുബന്ധ പ്രവർത്തനങ്ങളിൽ എഴുത്തച്ഛന്റെ പ്രശസ്തമായ ഈരടികൾ ശേഖരിക്കുക, എഴുത്തച്ഛന്റെ കൃതികൾ ഏതെല്ലാമെന്ന് മനസ്സിലാക്കുക എന്നാണ് അതിലുള്ളത്. അപ്പൊ ആ പാഠം കംപ്ലീറ്റ് ആയി. ദിയ കേൾക്കുന്നുണ്ടോ? ദിയ
ആൻമരിയ ദിയ കേൾക്കുന്നില്ലേ? ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നു. ക്ലിയർ ആയോ ഇപ്പോ? ആൻമരിയല്ല, ഒരേ സ്ട്രക്കാണ്. സുന്ദരിയായെന്ന് മനസ്സിലാക്കുന്ന ഏതെല്ലാം പ്രയോഗങ്ങളിൽ നിന്നാണ്? കാന്താരവിന്ദ യഥാക്ഷി മനോജ്ഞെ, പിന്നെയോ നീലാരവിന്ദാക്ഷി, 3 മനോജ്ഞാംഗി അല്ലെ? ഇത്രയും ആ 3 പ്രയോഗങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നെക്സ്റ്റ് ചോദിച്ചത് വനയാത്ര സീതയ്ക്ക് പറ്റിയതല്ലെന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതെല്ലാം എന്ന്. അപ്പോ എന്താണ്? വൈദേഹി പോരേണ്ട ബാലേ, വൈദാഹ ശാന്തിക്കുപായങ്ങളില്ല, ഹേ ദേവി കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ, പാദവ്യതിക്കങ്ങ് ശ്രീരാമ രാമ, വ്യാളങ്ങൾ സാലാവൃഗദ്യുവിവൃന്ദം, വ്യാളീത രക്ഷക്കൾ കാട്ടാനയുണ്ടേ, കാളുന്ന തീയുണ്ട് പോരേണ്ട ബാലെ. അതുവരെയാണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പോ ഷോൺ വീഡിയോ ഓൺ ചെയ്തേ ഷോൺ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നമുക്ക് പാഠം 7 ആണ് പഠിക്കേണ്ടത്. 7 അല്ലെ? 7 ഏതാണ്? കണ്ടോ എല്ലാവരും? നിളാതീരത്ത്. നിള എന്ന് പറഞ്ഞാൽ അറിയോ ഏതാണ്? ഏത് നദിയാണ് നിള എന്നറിയപ്പെടുന്നത്? നിളാ നദി ഏതാണ്? ഭാരതപ്പുഴയാണ് കേട്ടോ. ഭാരതപ്പുഴ കേട്ടിട്ടുണ്ടോ? ഭാരതപ്പുഴയാണ് നിള എന്നറിയപ്പെടുന്നത്. ഓക്കെ, നിളാതീരത്ത് എന്താണ് ഒരു പ്രസിദ്ധമായ ഇതുണ്ട്. ഇത് ഭാരതപ്പുഴയുടെ മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവ മണൽപ്പുറത്തായിരുന്നു കേട്ടോ. മാമാങ്കം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉത്സവമായിരുന്നു അല്ലെ വലിയ? ഓക്കെ, അത് 12 വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്നതാണ്. ഓക്കെ, അപ്പൊ നിളാതീരത്ത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ള പാഠത്തിന്റെ പേര് അല്ലെ? അപ്പോ വായിക്കാം മിസ് ഒന്നത്. കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിളാ നദിക്കുള്ളത്. പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിള 250 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് നിളാ നദി ഒഴുകുന്നത്. വേനൽക്കാലത്ത് ഇരുഭാഗത്തുമുള്ള വിസ്തൃതമായ മണൽപ്പുറത്തിന് നടുവിലൂടെ ക്ഷീണതയായി അടി കാണുന്ന ഒരു തെളിനീർ രേഖയായി മാത്രം അവൾ ഒഴുകുന്നു. ആധുനിക കാലത്ത് നിളയെ തടഞ്ഞു നിർത്തി നാം വൈദ്യുതിക്കും ജലസേചനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉയർന്നതാണ് മലമ്പുഴ അണക്കെട്ടും മംഗലം, മീൻകര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും. നിള നമ്മുടെ നാടിന്റെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് നിളാതീരത്തുള്ള തിരുനാവ മണൽപ്പുറത്തായിരുന്നു. കേരളത്തിലെ ഭരണാധിപനെ വാഴിക്കൽ, അത് സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ഇവയെല്ലാം അതോടനുബന്ധിച്ച് നടത്തപ്പെട്ടു പോന്നു. മാഘമാസ അല്ലെങ്കിൽ മകത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന മകം നക്ഷത്രം സംബന്ധിച്ചുള്ള അടിയന്തരം എന്നാണ് മാമാങ്കത്തെ ചിലർ വ്യാഖ്യാനിക്കുന്നത്. മലബാറിലെ മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലാണ് ഒരു കാലത്ത് മാമാങ്കം നടന്നിരുന്നത്. ഒടുവിലത്തെ പെരുമാൾ ഈ അവകാശം വള്ളുവനാട്ട് രാജാവിനെ ഏൽപ്പിച്ചു. ഈ രാജാവിന്റെ അധ്യക്ഷതയിൽ വളരെ കാലം ഈ ആഘോഷം നടന്നു. കലാകാരന്മാരുടെ സമ്മേളനങ്ങൾ, വാണിജ്യ വ്യവസായങ്ങളുടെ പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളും ഈ ഉത്സവകാലത്ത് നടത്തിയിരുന്നു. കച്ചവടത്തിനായി കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാരുടെയും മറ്റും പിൻബലത്തോടെ ശക്തനായ കോഴിക്കോട് സാമൂതിരി മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തു. അത് വീണ്ടെടുക്കാൻ വള്ളുവനാട്ട് രാജാവും അദ്ദേഹത്തിന്റെ ചാവേർപ്പടയും നിരവധി കാലം പടവെട്ടിയിട്ടുണ്ട്. 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മാമാങ്കത്തോടനുബന്ധിച്ച് തിരുനാവ മണപ്പുറത്ത് ചാവേർപ്പടയും സാമൂതിരിയുടെ സൈന്യവും തമ്മിൽ ഉഗ്രമായ പോരാട്ടമാണ് നടന്നു വന്നിരുന്നത്. മാമാങ്കത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അധ്യക്ഷ പദം ഒഴിയണം.
അങ്ങനെ ഒഴിയാൻ നിർബന്ധിതനായെങ്കിലും പല തന്ത്രങ്ങളും ഉപയോഗിച്ച് സാമൂതിരി വീണ്ടും ആ സ്ഥാനം തിരിച്ചു പിടിക്കുകയും 12 വർഷം കൂടുമ്പോൾ തിരുനാവായിൽ വരികയും 12 ദിവസം തുടർച്ചയായി അധ്യക്ഷനായിരുന്ന മാമാങ്ക മഹോത്സവം നടത്തി തന്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ചാവേർപ്പടയുമായി ഏറ്റുമുട്ടിയുള്ള രക്തച്ചൊരിച്ചിൽ നടക്കുന്നത് ഈ കാലത്താണ്. മാമാങ്ക മഹോത്സവം നടന്നിരുന്ന തീരം നിളയുടേതാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ കലയും സംസ്കാരവും വിളഞ്ഞു നിന്ന നൂറ്റാണ്ടുകളുടെ ചരിത്ര കഥകൾ ഇതെല്ലാം അവൾ കൈവിറക്കാനുള്ളതാണ്. വീര പോരാട്ടങ്ങളുടെ കഥകൾ, ചാവേർപ്പടയുടെ രോമാഞ്ചജനകങ്ങളായ സാഹസിക കഥകൾ, ഇവയൊക്കെ നിളയ്ക്ക് പറയാനുണ്ട്. കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും നിളയുടെ തീരത്ത് തന്നെ. മഹാകവി വള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് കഥകളി കേന്ദ്രമായ കലാമണ്ഡലം ആരംഭിച്ചത്. കേരളത്തിന്റെ തനതു കലയായ കഥകളി മാത്രമല്ല, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം, പഞ്ചവാദ്യം തുടങ്ങിയ കേരളീയ കലകളും ഇവിടെ അഭ്യസിപ്പിക്കുന്നു. ഈ കലകൾ അഭ്യസിപ്പിക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലം വളരെ പ്രസിദ്ധമാണ്. കഥകളി പരിശീലിപ്പിക്കുക മാത്രമല്ല, പുറത്തുപോയി കളിക്കുന്നതിന് ഒരു കളിയോഗവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ഈ സ്ഥാപനം ഏറ്റെടുത്ത് കലാലയമാക്കി മാറ്റിയിരിക്കുന്നു. പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിളയുടെ തീരത്തുണ്ട്. തിരുനാവായി, തിരുമിറ്റക്കോട്, ചമ്രവട്ടം, തിരുവില്വാമല ഈ പേരുകളിൽ അവ അറിയപ്പെടുന്നു. കേരളത്തിലെ പ്രശസ്തരായ പല സാഹിത്യകാരന്മാരും ജനിച്ചു വളർന്നത് നീളാതീരത്തായിരുന്നു. മഹാകവി വള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, VT ഭട്ടതിരിപ്പാട്, MT വാസുദേവൻ നായർ, VKN അക്കിത്തം തുടങ്ങിയവർ ഇക്കൂട്ടത്തിൽ പെടുന്നു. ഇവരുടെ സാഹിത്യ രചനകൾക്ക് നിള കുറച്ചൊന്നുമല്ല പ്രചോദനം നൽകിയിട്ടുള്ളത്. വേനലറുതിയിൽ നിള തളർന്ന അവശയായിരിക്കും. വർഷാഗമത്തിൽ ഹർഷപുളകിതയാകും അവൾ. തീരങ്ങളെ ആർദ്രമാക്കിക്കൊണ്ട്, ചരിത്രം രചിച്ചുകൊണ്ട് എന്നും അവൾ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. പുണ്യശ്ലോകങ്ങളായ നിള, പ്രിയങ്കരിയായ നമ്മുടെ ഭാരത പുഴ. മനസ്സിലായോ? അപ്പോ ഭാരതപ്പുഴയാണ് പറഞ്ഞത് അല്ലേ? അപ്പോ നിളാ തീരത്ത് എന്നാണ് പാടത്തിന്റെ പേര്. ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് എന്ത്? നിളാനദി എന്നറിയപ്പെടുന്നത് അല്ലേ? പിന്നെ നിളാതീരത്ത് നടത്തത് മാമാങ്കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോ എന്താ പറയുന്നത്? കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിളാനദിക്കുള്ളത്. പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് എന്ത്? നിള അല്ലേ? കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിളാനദിക്കുള്ളത്. പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് എന്ത്? നിള. അപ്പൊ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരെന്താണ്? നിളാനദി അല്ലേ? ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് എന്ത്? നിള. അപ്പൊ ഇനി നിളാനദി എന്ന് പറഞ്ഞാൽ അത് ഭാരതപ്പുഴയാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ കേരള ചരിത്രത്തിൽ എന്താ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് ഇതിനുള്ളത്? നിളാനദിക്ക് അല്ലെ? അതായത് ഭാരതപ്പുഴക്ക്. നിളാനദിക്കുള്ളത് പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് എന്ത്? നിള. ആനമലയിൽ നിന്നും എവിടുന്ന ഉത്ഭവിക്കുന്നത് നിളാനദി? ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിള 209 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു അല്ലെ? നിള ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നിട്ടോ 209 കിലോമീറ്റർ ഒഴുകിയിട്ട് എവിടെ പതിക്കുന്നു? അറബിക്കടലിൽ അല്ലെ? ഓക്കെ. അപ്പൊ പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് ഏത് വരുന്നത്? നിളാനദി ഒഴുകുന്നത്. തഴുകിക്കൊണ്ട് പറഞ്ഞാല് അതിലേക്കൂടെ കടന്നാണ് വരുന്നത്. ഇതൊക്കെ പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് നിളാനദി ഒഴുകുന്നത് അല്ലേ? ഏതൊക്കെ നദി? ഏതൊക്കെ? ഓക്കെ, കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പോ ഏതൊക്കെ ജില്ലകളെയാണ് തഴുകുന്നത്? പാലക്കാട്, തൃശൂർ, മലപ്പുറം അല്ലെ? അപ്പൊ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് 209 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നതാണ് അല്ലെ? എവിടുന്നാ ഉത്ഭവിക്കുന്നത് നിളാനദി? ആനമലയിൽ നിന്നും അല്ലെ? ഓക്കെ. നിളാനദി ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് എന്ത്? നിളാനദി അല്ലെ? നിള. ഓക്കെ, അത് ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ 209 കിലോമീറ്റർ ഒഴുകി
അറബിക്കടലിൽ പതിക്കുന്നു. ഏതൊക്കെ ജില്ലകളെ തഴുകിക്കൊണ്ടാണ് വരുന്നത് പറഞ്ഞേ? പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് നിള നദി ഒഴുകുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ചെറിയ നെറ്റ് പ്രോബ്ലം ഉണ്ടായി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ മക്കളെ? ആണോ ദിയ? ആ, ഞാൻ പോയ സമയത്ത് അല്ലേ? നീ എവിടെ നിന്നോ, കുഴപ്പമില്ല. കേൾക്കുന്നില്ലേ? ആ, കുഴപ്പമില്ല. കേൾക്കുന്നില്ലേ? ഓക്കെ, നമുക്ക് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ വെച്ച് കിട്ടില്ല എന്ന് ക്ലാസ്. കുഴപ്പമില്ല, ഞാൻ ലീവ് അടിച്ചിറങ്ങിക്കോളും പിന്നെ കേട്ടോ. ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള എന്ന് പറഞ്ഞു. കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് ഇതിനുള്ളത്, നിളാനദിക്കുള്ളത് എന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ, പിന്നെ എന്ത് പറഞ്ഞു? ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിള 209 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് ഏത് ഒഴുകുന്നത്? നിളാനദി ഒഴുകുന്നത്. വേനൽക്കാലത്ത് ഇരുഭാഗത്തുമുള്ള വിസ്തൃതമായ മണൽപ്പുറത്തു നിന്നും നടുവിലൂടെ ക്ഷീണിതയായി അടികാണുന്ന ഒരു തെളിനീർ രേഖയായി മാത്രം അവൾ ഒഴുകുന്നു. ആര്? നിളാനദി ഒഴുകുന്നു. ആധുനിക കാലത്ത് നിളയെ തടഞ്ഞു നിർത്തി നാം വൈദ്യുതിക്കും ജലസേചനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ? അങ്ങനെ ഉയർന്നതാണ് മലമ്പുഴ അണക്കെട്ടും മംഗലം, മീൻകര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും അങ്ങനെയാണ് അല്ലെ ഉണ്ടായത്. ഓക്കെ, അപ്പോ ആധുനിക കാലത്ത് നിളയെ തടുത്തു നിർത്തി നാം വൈദ്യുതിക്കും ജലസേചനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉയർന്നതാണ് എന്തൊക്കെ? മലമ്പുഴ അണക്കെട്ടും മംഗലം, മീൻകര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും. ഓക്കെ, ഓക്കെ, അപ്പൊ അത് മതി അല്ലേ? ഇപ്പൊ ഒന്നുകൂടി വായിക്കാം. കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിളാനദിക്കുള്ളത്. പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിള 209 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളെ തഴുകിക്കൊണ്ടാണ് നിളാനദി ഒഴുകുന്നത്. വേനൽക്കാലത്ത് ഇരുഭാഗത്തുമുള്ള വിസ്തൃതമായ മണൽപ്പുറത്തിന് നടുവിലൂടെ ക്ഷീണിതയായി അടികാണുന്ന ഒരു തെളിനീർ രേഖയായി മാത്രം അവൾ ഒഴുകുന്നു. ആധുനിക കാലത്ത് നിളയെ തടഞ്ഞു നിർത്തി നാം വൈദ്യുതിക്കും ജലസേചനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉയർന്നതാണ് മലമ്പുഴ അണക്കെട്ടും മംഗലം, മീൻകര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളും. ഓക്കെ, അപ്പൊ അത് അത്ര പേരായി. ദിയ പോയോ? ദിയ, ആൻമരി ഒന്ന് വായിച്ചേ മോളെ. നിളാതീരത്ത്, പാഠം 7, നിളാതീരത്ത്. ദിയ ഒന്ന് വായിച്ചോ. ദിയ, ആൻമരി സ്ട്രക്കാണ്. പാഠം 7, നിളാതീരത്ത്. കേരള ചരിത്രത്തിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാനമാണ് നിള നദിക്കുള്ളത്. പ്രശസ്തമായ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള. ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിള 209 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ഓക്കെ, തോന്നുന്നു. ഓക്കെ, ദിയ ക്ലിയർ ഉണ്ടോ? ദിയ മിസ്സേ ഇവിടെ ഇടയ്ക്ക് പോവുക മിസ്സേ. അതെ അല്ലേ? അപ്പൊ നമുക്ക് ഏതായാലും ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ബൈ.